കടലക്കറി ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ട് കേട്ടോ അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ. അധികം സമയമൊന്നും എടുക്കില്ല. പെട്ടെന്ന് നമുക്കൊരു കടലക്കറി തയ്യാറാക്കാം. അതും ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരുപാട് സമയമൊന്നും എടുക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കടലക്കറി തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അതിനായിട്ട് 3 സവോള എടുക്കുന്നുണ്ട്. ഇതിന് സവോള തന്നെ വേണം കേട്ടോ. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം, ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ചോറിനൊപ്പം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നല്ല കുറുക്കിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു കടലക്കറിയാണ്. അപ്പോൾ എന്താ, ഒരു കുക്കർ എടുക്കുന്നുണ്ട്. കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് നമ്മളുടെ സവോള അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവോള അരിഞ്ഞതെല്ലാം നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ല ചൂടായതിന് ശേഷം നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല ഹൈയിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതൊന്ന് വഴണ്ടി കിട്ടും. ഒരു ബ്രൗൺ കളർ ആകണം. ചോറിൻ്റെ കൂട്ടത്തിൽ കടലക്കറി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് നമ്മൾ ഒരുപാട് മസാലയൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ഇതിനകത്ത് പെരിഞ്ജീരകം മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ആ ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, ഉറപ്പായിട്ടും ഇഷ്ടമാകും. അപ്പോൾ എന്താ, നമ്മളുടെ സവോളയൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്രൗൺ നിറം ആക്കിയെടുക്കണം. ഇത് ഹൈയിൽ വെച്ചാൽ പെട്ടെന്ന് ബ്രൗൺ നിറമാകും കേട്ടോ, ഒരുപാടൊന്നും സമയം എടുക്കില്ല. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. തണുത്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. തണുത്തില്ലെങ്കിലും നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരയ്ക്കുന്നത്. അപ്പം തണുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ വഴറ്റി വെച്ചിരുന്ന സവോള നമ്മളുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പെരിഞ്ജീരകമാണ് കേട്ടോ. ഒരു വലിയ സ്പൂണ് പെരിഞ്ജീരകം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വേറെ മസാലാസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ പെരിഞ്ജീരകം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോഴാണ് ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഒരു 2 സ്പൂൺ അളവിൽ തേങ്ങ ചിരകിയെടുത്ത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണോ 2 സ്പൂണോ ഒരു പേരിന് മാത്രമേ ഞാൻ തേങ്ങ ചേർക്കുന്നുള്ളൂ. അത് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ കറിക്ക് അധികം ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാകുകയുള്ളൂ. ഒരുപാട് മസാല ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള കടലക്കറി തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇനി ആ കുക്കറിലേക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുതിർത്ത് വെച്ചിരുന്ന കടല കേട്ടോ, രാത്രിയിൽ നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന കടല ഇട്ട് കൊടുക്കുക. വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം അതുകൂടി ഇട്ട് കൊടുക്കുക. ഇനിയും വഴറ്റലും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. എല്ലാം നമ്മൾ ഡയറക്റ്റ് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ തന്നെ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് മസാലാസ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഈ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു പെട്ടെന്നാണ് നമ്മളുടെ ഈ കടലക്കറി തയ്യാറാക്കാൻ പറ്റുന്നതെന്ന്. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഇടുന്നില്ല, കുറച്ച് 1 സ്പൂൺ അളവിൽ. നമ്മൾ ആ എണ്ണയൊക്കെ നമ്മൾ ആദ്യമേ സവോള വഴറ്റിയില്ലേ, ആ ഒരു എണ്ണ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ വേറെ എണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അതിലേക്ക് തന്നെയാണ് നമ്മൾ ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കറികളൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ. ഉപ്പ് കൂടി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാകുന്ന വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പില്ലേ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ല, സവോള വഴറ്റുന്ന ടൈം മാത്രമേ നമ്മൾക്ക് എടുക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ അങ്ങനെ ചേർക്കുകയാണ്, പച്ചയ്ക്ക് ചേർക്കുകയാണ് കേട്ടോ. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല കേട്ടോ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും കോംപ്രമൈസ് ഇല്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്.
ഇനിയും ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുത്തുള്ളൂ കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യുക. ഇപ്പം നമുക്ക് കളറൊന്നും ഇല്ലാന്ന് തോന്നും കേട്ടോ, പക്ഷേ ഇത് കുക്കായിട്ട് വരുമ്പോൾ ഭയങ്കര കളറാണ്, നല്ല കളറും വരും. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എത്രയാണോ നിങ്ങൾക്ക് ഗ്രേവി അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. എത്ര വെള്ളം ഒഴിച്ചാലും അത് നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കും കേട്ടോ, അത്ര നല്ല ഇതാണ്. ഇതാ അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒരു തണ്ട് കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. കടല വേകുന്നതിന് ഒരു 20 മിനിറ്റ്സ് ആണ് വേണ്ടത്. അപ്പോൾ ഒരു 20 മിനിറ്റ് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. അത് വേകുന്ന ടൈമിൽ നമുക്കൊരു കോഫി ഉണ്ടാക്കാം കേട്ടോ. കോഫി പൗഡറിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബ്ലാക്ക് കോഫി റെഡിയാകും. ഇതിനകത്ത് ഞാൻ കുറച്ച് നെയ്യ് കൂടി ചേർത്തിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെയൊന്ന് കോഫി ഉണ്ടാക്കുമ്പോൾ, ഈ ബ്ലാക്ക് കോഫിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് നെയ്യ് കൂടി ചേർത്തിട്ട് ബ്ലാക്ക് കോഫി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് ഇങ്ങനെ ഒരു കോഫി കുടിക്കുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്താ നമ്മളുടെ കടലക്കറി എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ല, കളറൊക്കെ അങ്ങ് മാറി വെന്ത് വരുമ്പോൾ നല്ല ബ്രൗൺ കളറായിട്ട് മാറുന്നതാണ്. എൻ്റെ ക്യാമറയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവായതുകൊണ്ടാണ് അത്രയും അങ്ങോട്ട് ക്ലിയർ ആവാത്തത്. പക്ഷേ ഭയങ്കര കളറായിരുന്നു. ടേസ്റ്റും അസാധ്യ ടേസ്റ്റ് തന്നെയാണ്. കണ്ടാൽ തന്നെ അറിയാം, നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള കടലക്കറിയാണ്. ഇത് ചോറിനൊപ്പം നമുക്ക് കഴിക്കാം. നിങ്ങൾക്ക് ചോറിനൊപ്പം കഴിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗരം മസാല കൂടി ചേർത്തിട്ട് നമുക്ക് ചപ്പാത്തിയുടെയോ അപ്പത്തിൻ്റെയൊക്കെ കൂട്ടത്തിൽ കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കേണ്ടതുകൊണ്ട് മാത്രമാണ് പെരുംജീരകം ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേറുള്ള കറി നമുക്കിപ്പം ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഗരം മസാല കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറിന് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെയും കഴിക്കാം കേട്ടോ. ഇതും നല്ല ടേസ്റ്റാണ്, അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകും. നിങ്ങൾ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. അത്ര ടേസ്റ്റാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. വീണ്ടും നല്ല നല്ല വീഡിയോകൾക്കായിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.